ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ നടക്കും, ഒത്തിരി സംഭവങ്ങൾ നടക്കാൻ പോകുന്ന അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോ ചിരിച്ചോണ്ടിരുന്നു. എന്റെ മകൻ അയർലൻഡിന് പോവുകയാണ് അറിഞ്ഞിരിക്കുന്ന, ഈ ഭൂമിയിൽ നിന്ന് അറിഞ്ഞു പോയി സ്വർഗത്തിലെത്തിയിരിക്കുന്ന അച്ഛന് മാത്രമേ ഉള്ളൂ. എത്രയും വേഗം അവരെ പാർട്ട് ടൈം ജോലി ശരിയാക്കി കൊടുക്കണം. ഇതുപോലൊരു പോക്ക് ഞാൻ സമ്മതിക്കില്ല, എന്നെ ഒന്ന് കാണിച്ചു തന്നപോലില്ല എന്ന് പറഞ്ഞ്. പക്ഷെ ഇന്നും എനിക്ക് സാന്ത്വനം തരാറുള്ളത് പോലെ ഇന്ന് കുർബാന ഈശോ ചെയ്തതുപോലെ ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ. വിട്ടുകൊടുക്കും. തീർച്ചയായിട്ടും ജോർജ് അച്ഛനെ കുറിച്ച് എഴുതാൻ പോകുന്ന പുസ്തകങ്ങളുടെ ഒരു തുടക്കമാണ് ഇത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അച്ഛനെ കുറിച്ച് ഇനിയും എഴുതപ്പെടാൻ പോകുന്ന, രചിക്കപ്പെടാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു തുടക്കമാണ് പുസ്തകം എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അച്ഛൻ ഇപ്പൊ തന്നെ ഒരു വിശുദ്ധനായി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. Amen.
കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. ജീവന്റെ മനസ്സിനെയും പിതാവും പരിശുദ്ധനാമവുമായ സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ വസിക്കുമാറാകട്ടെ ഇപ്പോഴും ഇപ്പോഴും ഇത് ഞാൻ പറയുന്നത് ഇന്ന് ഒരു ഹാർട്ട് പേഷ്യൻ കൂടിയാണ് ബഹുമാനപ്പെട്ട സുധീവ സിസ്റ്റർ. ഒരു 35 വർഷമായിട്ട് അച്ഛനുമായിട്ടും സിസ്റ്റർ കുടുംബാംഗങ്ങളുമായിട്ട് അച്ഛനുമായിട്ടുള്ള ബന്ധം ഒരു കുഞ്ഞു പുസ്തകമായിട്ട് ഇന്നലെ അത് സിസ്റ്റർ കൈകിട്ടതേ ഉള്ളൂ. മരിച്ച നാൾ മുതൽ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് എല്ലാം കളർ പേജുകളിൽ നല്ല ചിന്തകളോടുകൂടി നല്ല ഓർമ്മക്കുറിപ്പുകളോടുകൂടി സിസ്റ്റർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ ആ ഒരു കുഞ്ഞു പുസ്തകത്തിന്റെ പ്രകാശനമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ജോർജ് അച്ഛനെ കുറിച്ച് എഴുതാൻ പോകുന്ന പുസ്തകങ്ങളുടെ ഒരു തുടക്കമാണ് ഇത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അച്ഛനെ കുറിച്ച് ഇനിയും എഴുതപ്പെടാൻ പോകുന്ന രചിക്കപ്പെടാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു തുടക്കമാണ് പുസ്തകം എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അതിന്റെ പ്രകാശന കർമ്മത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട പുരുഷാളച്ചനെയും സിസ്റ്റർ സുദീപയെയും ജോളി വൃന്ദയെയും 3 പേരെയും പ്രത്യേകമായിട്ട് മുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. വാത്സല്യഭാചനമേ എന്ന പേരിൽ ആണ് സിസ്റ്റർ ഈ പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നല്ല ദിവസത്തിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. അധികം ഇതിനെക്കുറിച്ച് അധികമൊന്നും എന്താണ് അറിയാത്ത ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഈ പുസ്തകത്തെക്കുറിച്ചും ഇത് എഴുതാനുള്ള പ്രചോദനത്തെക്കുറിച്ചും അച്ഛനുമായിട്ടുള്ള ജീവിതത്തിലെ ബന്ധത്തെക്കുറിച്ചും ഒക്കെ സിസ്റ്റർ തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് നമ്മളോട് സംസാരിക്കും എന്ന് വിചാരിക്കുകയാണ്. സഹോദരങ്ങളെ, 10 മക്കളെ നമ്മുടെ വീട്ടിലേക്ക് 5 പേര് പോയി. ഞങ്ങളുടെ അച്ഛനോട് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അച്ഛൻ പ്രവർത്തിച്ചിട്ട് ഈശോയോട് ചോദിക്കട്ടെ എന്നോടൊരു പറയാറ്. അങ്ങനെ എന്നെ സ്പിരിച്വൽ ഡോക്ടറായിട്ട് അച്ഛൻ എടുത്തു. അന്ന് മുതലേ ഈ സെപ്റ്റംബർ 10 വരെ അച്ഛനായിട്ട് ബന്ധമായിരുന്നു. ഫോൺ ചെയ്യും, കാണാൻ വരും. ഞാനിവിടെ 4 വർഷമായിട്ടുള്ള അച്ഛനുണ്ടായിരുന്ന പള്ളികളിലുമൊക്കെ ഞാനും എന്റെ കുടുംബാംഗന്മാരും പോയിട്ടുണ്ട്. ഇനി വീട്ടിലെ 10ാമത്തെ മോളാണ്. അവള് 36 വയസ്സ് വരെ വിവാഹം കഴിയാതെ വരികയായിരുന്നു. അച്ഛൻ ഇടയ്ക്ക് വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഈശോ 4 എന്നുള്ള ഒരു നമ്പർ കാണിക്കണം, എനിക്കത് മനസ്സിലാവുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞു. ഇന്നൊരു 5-6 മാസം കഴിയുമ്പോൾ അവൾക്ക് ഇന്ത്യയിൽ നമ്മുടെ പേര് വന്ന വിവാഹാലോചനയായിരുന്നു. 4 മക്കളുള്ള ഒരു മനുഷ്യൻ, അവന്റെ ഭാര്യ മരിച്ചുപോയി, അവൻ 2ാമത് കല്യാണം ആലോചിക്കുന്നത്. അത് കൊണ്ടുവന്ന അവസാനം എന്റെ വീട്ടിലെത്തിയപ്പോൾ ഞാനും സഹോദരനൊന്നും സമ്മതിച്ചില്ല. 4 മക്കൾ കയറിച്ചത്. പക്ഷെ അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കും, കർത്താവിന്റെ ഇഷ്ടം നിറവേറട്ടെ. എന്തായാലും 6 മാസം കഴിഞ്ഞ് ആ മനുഷ്യനാണ് എന്നെ വിവാഹം ചെയ്തത്. അങ്ങനെ 4 മക്കള്. പിന്നെ ഇവൾക്ക് ഒരു കൊച്ച്, അവളുടെ സഹോദരങ്ങളുണ്ട്. ആ കല്യാണം കഴിഞ്ഞിട്ട് 26-27 വർഷമായി ഷൈൻ. ഇവളുടെ മൂത്ത മകളുടെ കല്യാണം കഴിച്ചതാണ് ഷൈനായിരുന്നു. അപ്പോൾ 4-5 മക്കളെ വളർത്താനായിട്ട്
പഠിച്ചതാണ്. പക്ഷേ അച്ഛൻ പറഞ്ഞതുകൊണ്ടും ദൈവഷ്ടമാകുന്നതുകൊണ്ടും അവിടെ നിന്ന് തൊട്ടേ കാര്യങ്ങളെല്ലാം നടത്തി ഇവരെല്ലാവരും മക്കളും വിവാഹിതരായി. ഇവരുടെ സ്വന്തം പുത്രം വിവാഹിതരായിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ നീട്ടി പറയല്ല. അച്ഛൻ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പാണ് എന്റെ സ്വന്തം ആങ്ങളെ മരിച്ചത്. അച്ഛൻ്റെ അതേ വയസ്സ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, ഞാൻ ജോസിന്റെ കുർബാനയ്ക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞ് അച്ഛൻ. അപ്പൊ എൻ്റെ ആങ്ങളയുടെ മോൻ ഗൾഫിലായിരുന്നു, അവന്റെ ലീവാണെന്ന് പറഞ്ഞു അച്ഛൻ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ വന്ന് സഹോദരന് വേണ്ടി കുർബാന ചെയ്തിട്ട് നീ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കുർബാനയുടെ ഡേറ്റും എല്ലാം ഫിക്സ് ചെയ്തു. അപ്പൊ അതിന് മുമ്പായിരുന്നു എൻ്റെ മേജർ ഓപ്പറേഷൻ. 59 കീമോ, പിന്നെ ഹാർട്ടിൽ 4 ബ്ലോക്ക്. ഈ ബ്ലോക്കിന്റെ ട്രെയിൻ വരുന്നതിന് 2 ദിവസം മുമ്പാഴ്ച തൃശ്ശൂരെത്തി. തൃശ്ശൂരെത്തിയിട്ട് അച്ഛനെനിക്ക് വിളിച്ചു, ഈശോ പറയുന്നു സുദീപനെ കണ്ടിട്ട് പോകാൻ. അപ്പൊ തൃശ്ശൂരിൽ വണ്ടി തിരിച്ചോ ഇവർക്ക് വീണ്ടും വന്ന് എന്നെ പാർലറിലേക്ക് വിളിച്ചു. എനിക്കൊന്നും തരണ്ട, ഒരു കാര്യം ഈശോ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അച്ഛനെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു, ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തോളൂ. അങ്ങനെ തന്നെ മനുഷ്യനിറങ്ങി പോവുകയാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് രാത്രി ചെസ്റ്റ് പെയിൻ വന്ന് എന്നെ ആംബുലൻസ് കൊണ്ട് ജൂബിലി വിശ്വാസത്തിൽ കൊണ്ട് ചെന്ന ഡോക്ടർ പറഞ്ഞു 4 ബ്ലോക്കാണ് കാണുന്നത്. 10 ബേസിസിൽ ഇത്രയും കീമോ ചെയ്തതായിരുന്നു. എനിക്ക് ഹാർട്ട് തുറക്കാൻ പറ്റില്ല, പക്ഷെ കീമോ പറ്റുന്നത് ചെയ്താൽ 2 ബ്ലോക്കുകൾ മാറ്റി. അതിന്റെ ബ്ലെസ്സിംഗ് തന്നെ 2 ദിവസം മുമ്പ് തന്നു പോയത്. പിന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ ഞാൻ സെപ്റ്റംബറിൽ അഡ്മിറ്റ് ആകുമ്പോൾ വന്നു. ആ ദിവസങ്ങളിലായിരുന്നു അച്ഛനൊക്കെ പറഞ്ഞത്. ഇവിടെയൊക്കെ വന്ന അച്ഛനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്ക് ഡോക്ടറെ അനുഭവം കിട്ടിയില്ല. പക്ഷെ എൻ്റെ വീട്ടിലെ കുടുംബങ്ങളിൽ നിന്ന് മക്കളെ ഇവരെല്ലാവരും 27 പേര് ഈ ഹോളിൽ വന്നിരുന്ന അച്ഛൻ്റെ മനസ്സിൽ തൊട്ടിരുന്ന് അവരെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ദിവസം മുഴുവനും ഞാൻ പറഞ്ഞു, ഇതുപോലൊരു പോക്ക് ഞാൻ സമ്മതിക്കില്ല, എന്നെ ഒന്ന് കാണിച്ചു തന്നുപോലില്ല നോക്കാം എന്ന് പറഞ്ഞ്. പക്ഷെ ഇന്നും എനിക്ക് സാന്ത്വനം തരാറുള്ള പോലെ ഇന്ന് കുർബാനയിൽ ഈശോ ചെയ്തതുപോലെ ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ. വിട്ടുകൊടുക്കും. അങ്ങനെ വിട്ടുകൊടുത്ത് ഈ 42 ദിവസം വരെ ആയപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞ സഹോദരങ്ങൾ പറഞ്ഞു, ആന്റി എത്രമാത്രം കാര്യം നമ്മുടെ കുടുംബത്തിൽ ചെയ്തു, നമുക്കതൊക്കെ ആന്റി എഴുതനാളെന്ന് കീമോ എഴുതിട്ടാണ് 2 ബുക്സ് എഴുതിയത്. അച്ഛൻ പറഞ്ഞിട്ടാണ് കീമോന്റെ ഇടയിലാണ് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്, എഴുതാനുള്ള കഴിവുണ്ട്. അങ്ങനെ 2 ബുക്കിന് അച്ഛനായിരുന്നു എനിക്ക് മുഖാമി അമ്പുകൊണ്ടും തമ്മിൽ. പക്ഷെ ഇതിലും വീണ്ടും അച്ഛന്റെ പ്രചോദനം ഈ മക്കളിലും പറഞ്ഞു. അങ്ങനെ ഈ ദിവസങ്ങളിൽ എന്റെ വയ്യായിരുന്നു, പക്ഷെ ഞാൻ വീണ്ടും എഴുതി. ഞാൻ വിചാരിച്ചത് മരിച്ചിട്ടുള്ള കുറേ രംഗങ്ങളും ആ കിടപ്പും ഈ ഹോളൊക്കെ കാണിച്ച് അങ്ങനെ ഒരു ദുഃഖത്തിന്റെ ബുക്ക് എഴുതാൻ ഞാൻ വിചാരിച്ചു. പക്ഷെ വലിയ ബുക്ക് എഴുതാനുള്ള എനിക്കില്ലാത്തതുകൊണ്ട് എഴുതി വന്നപ്പോ അച്ഛൻ മരിച്ചു കിടക്കുന്ന ഒറ്റ സീനും വേണ്ടെന്നുള്ള പോലെയാണ് അതിലൂടെ കൊണ്ടുവന്നത്. അവസരം എന്തിനാണ് പ്രസിഡന്റ് സോചനം വരുമ്പോൾ ഒരു ഫോട്ടോകളെ അച്ഛൻ മരിച്ചു എഴുതുന്നുള്ളത്. അങ്ങനെ അവൻ അതിലിട്ടു. അതെന്റെ കുടുംബാംഗങ്ങളൊക്കെ വേണ്ടി. കാരണം എന്നോട് നമ്മുടെ മക്കൾ വലുതാവുമ്പോൾ അവരറിയണം ഇങ്ങനെ ഒരു കരുതോടലക്ഷം ഉണ്ടായിരുന്ന ആ അച്ഛൻ വഴി നമുക്കും ദൈവജനത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയായിരുന്നുവെന്നും ആ അച്ഛനെന്നും പുണ്യാളനാണെന്നും പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങളുടേതായ സ്വന്തം നമുക്കൊരു ബുക്കിലെ അച്ഛനാണ് ആന്റി എഴുതി. ഇതെന്റെ മക്കള് പറഞ്ഞു. അച്ഛന്റെ കുടുംബമൂലം പ്രാർത്ഥന മൂലം ജോലിയിലായി വിവാഹിതരായി അവര് പലരും പറഞ്ഞ അവരെ സഹായിച്ചു. ഞങ്ങൾ ഉത്സാഹം ചോദിച്ചു, അമ്മ സമ്മതിച്ചു, മകളും സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ അച്ഛനെ വിളിച്ചു. സത്യത്തിൽ അച്ഛന്റെ പേര് കഴിയുമ്പോൾ അച്ഛനെ വിളിച്ചു. ആശുപത്രിക്ക് വിളിച്ചപ്പോൾ അച്ഛൻ നല്ലൊരു വിശേഷം ഞാൻ ചെയ്യുന്നുണ്ട്. അച്ഛൻ വളരെ സന്തോഷത്തിലേക്ക് എന്നെ കുറിച്ച് കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ. അത് കഴിഞ്ഞ് ഈ ആഴ്ച അച്ഛൻ ചോദിച്ചത് പറയും, ഞാൻ ഇപ്പോഴേലും അവിടെ അപകടത്തിലേക്ക് കാണണം, ഈ ബുക്ക് തന്നെ അച്ഛൻ. അപ്പൊ ശേഷം പറഞ്ഞു, അധ്യക്ഷൻ പറഞ്ഞില്ല, അതെങ്ങനെ ആരും കാണാണ്ടോ എന്ന് കൊടുക്കണ്ട. അച്ഛൻ്റെ 41 സിസ്റ്റർ എനിക്ക് ചിന്തിക്കാൻ വയ്യായിരുന്നു. 5 കൊല്ലം ഞാൻ 10 കിലോമീറ്ററിലധികം ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. അതിന്റെ റിലേഷൻസിന് കുറേ വരും. പക്ഷേ അച്ഛൻ പറഞ്ഞു വരും, ഞാൻ വിട്ടുപോയി. അങ്ങനെ ഞാൻ എൻ്റെ 5
അനുഭവത്തിലേക്ക് ഞാൻ എത്താണ്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞു ബുക്ക് പ്രോത്സാഹിച്ചതിന് വലിയ അപാരത്തോടുകൂടി ചെയ്തതിന് നന്ദി പറഞ്ഞ ആ ബുക്ക് എല്ലാ അച്ഛത്തേക്ക് കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് ഇനി നിങ്ങളെല്ലാവരും അച്ഛനെ കുറിച്ച് പറയണം, എഴുതണം. അവരുടെ ഒരു മകളെ വെച്ചതാണ് പുതുക്കാട്ടിട്ടുണ്ട് ഓമനൊരു മിനിറ്റ് വേണ്ടി ഓമന എന്നും അച്ഛൻ എന്ത് കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഓമന വരും. അതുകൊണ്ട് അച്ഛന് കൊടുക്കും. അച്ഛൻ ഇരുന്നിരുന്ന എല്ലാ പള്ളിയിലും ചെന്ന് അച്ഛനെ കണ്ടിട്ട് ഓമനയുടെ കരച്ചിൽ നിർത്തിയിട്ട് എനിക്കറിയാം. പക്ഷെ ഞാൻ വിചാരിച്ചു കൊണ്ടുവിടാവട്ടെ. അപ്പൊ അച്ഛനെ ഞാൻ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ്. എല്ലാ അച്ഛനും ചെത്തിമറ്റത്തെ ജ്ഞാനത്തിന് കുടുംബ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുടുംബമായിട്ടുള്ള ഞാൻ നമ്മോട് ഓർക്കാണ്. ഈ പ്രത്യേക കാര്യത്തിലേക്ക് എന്നെ ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന് നന്ദി അച്ഛനും. സിസ്റ്റർ അന്വേഷണമുള്ള അഭിമാനത്തിലും സ്നേഹത്തിലും ഈ വേദനയുടെ നിമിഷങ്ങളിലും ഇത്രയും ത്യാഗം സഹിച്ച് വളരെ വേഗത്തിലൊരു ഉദ്ധരിച്ച് സിസ്റ്റർ തയ്യാറാക്കി ഇവിടെ പോയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സിസ്റ്ററിനെ അനുമോദിക്കുന്നു. സിസ്റ്ററിന് ആരോഗ്യവും ദീർഘായുസ്സും കാര്യവാനായ ദൈവം ഞങ്ങൾക്ക് കണ്ടുവച്ചതിന്റെ പ്രാർത്ഥന സിസ്റ്ററിന് എപ്പോഴും തുണയാകും. എല്ലാവരുടെയും പേരിൽ ഈ ഉദ്ധരിച്ച് പ്രകാശം ചെയ്യുന്നു. ഇതിന്റെ കോപ്പി സിസ്റ്ററിന്റെ അനിയത്തിക്ക് ഈ ചേച്ചിക്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ കോപ്പി കണ്ടുവച്ചതിന്റെ ജോലിക്ക് വാത്സല്യഭാജനമേ ജോർജസിന്റെ സ്വർഗപ്രവേശനത്തിന്റെ നർത്തകമായി സമർപ്പിക്കുന്ന കൃതിയുടെ കുടുംബ സ്മൃതികാലം എഡിറ്റർ സിസ്റ്റർ സുദീപ CMC തൃശൂർ. എല്ലാവരുടെ പുരുഷാസിന്റെ ഇവിടെ അച്ഛന്മാരുടെ ഇന്ന് വന്നതിനും ചെലക്കപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുന്നതിനും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അച്ഛനിലൂടെ കാണുന്ന ഘട്ടങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും സമർത്ഥമാകേണ്ട പ്രാർത്ഥനയോടുകൂടി അച്ഛന്റെ അടുത്ത ഓർമ്മദിനങ്ങളിൽ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും വിശ്വനാമത്തിന് നന്ദി. എന്റെ പേര് രമണി എന്നാണ്. ഞാൻ താമസിക്കുന്നത് പുതുപ്പള്ളിയിലാണ്. പക്ഷെ എന്റെ ഇടവക ഇടവകയായിരുന്നു ചർച്ച്. കഴിഞ്ഞ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ മുതലുള്ള ആത്മബന്ധം എന്റെ ജോർജിനുമായിട്ട് എനിക്കുണ്ട്. ഇവിടെ എന്നെ അറിയാവുന്ന കാര്യത്തിൽ അച്ഛന് അറിയാമല്ല, അച്ഛന് ആന്റണി കളപ്പുര, ഇവരെല്ലാവരും എന്നെ വ്യക്തിപരമായി എന്റെ കുടുംബത്തെ അറിയുന്നവരാണ്. 14ാമത്തെ വയസ്സിൽ എന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ ഞങ്ങളെ ആന്റണി അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. ഞാൻ ഒരു MCBS പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ കോട്ടയം മോൺകാർമൽ ഹൈസ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു അധ്യാപികയാണ്. 2 വർഷമായി ഇതിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിൽ നിന്നും എല്ലാ വേദികരുമായിട്ടും എനിക്ക് നല്ല ബന്ധമുണ്ടെങ്കിലും കത്തോലിക്കനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും എന്റെ തന്നെയല്ല, എന്റെ കുടുംബത്തിലെ എന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും എന്റെ ഒരു പിതാവാണോ, ഒരു സഹോദരനാണോ, ഒരു ചേട്ടനാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിനേക്കാളും ഉപരിയായി എന്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ആളാണ് ജോർജ്. എന്റെ വീട്ടിലൊരു കരിയില പോലും അച്ഛനില്ലാതെ, അച്ഛനറിയാതെ അനങ്ങത്തില്ല. കഴിഞ്ഞ ദിവസം എന്റെ മകൻ അയർലൻഡിലേക്ക് പോവുകയായിരുന്നു. ഓഗസ്റ്റ് 23-ാം തീയതി. അച്ഛൻ എല്ലാ സെക്കൻഡ് സൺഡേയിലും കോട്ടയത്ത് വരും. അന്ന് ഞങ്ങൾ അച്ഛനെ പോയി കാണും, വർത്താനം പറയും. എന്നെ കാണുന്ന വളരെ സന്തോഷമാണ്. കാരണം ഞാൻ ചെല്ലുമ്പോഴച്ഛൻ പറഞ്ഞ് ചിരിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഒത്തിരി തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച് സന്തോഷിച്ച് ഞാനും എന്റെ ഹസ്ബൻഡും മക്കളും ചെല്ലും. ഞാനുമായിട്ട് മാത്രമല്ല, എന്നെ കെട്ടിച്ചു വിട്ട വീട്ടിൽ എന്റെ വിവാഹം, എന്റെ സഹോദരങ്ങളുടെ വിവാഹം, എന്റെ കുഞ്ഞുങ്ങളുടെ മാമോദിസ, എന്റെ കുഞ്ഞിനെ എഴുത്തിന്
അപ്പൊ എന്റെ മോടെ കല്യാണം വന്ന് ഞാൻ അച്ഛനോട് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ഭരണങ്ങാനത്തെ പയ്യന്റെ വീട് ഈ കുഞ്ഞച്ചന്റെ നാട്ടില് കൊച്ചുത്രേസ്യ അൽഫോൻസാമ്മയുടെ നാട്ടില് ഒരു പയ്യനെ കിട്ടുന്നത് സന്തോഷമാണ്, നടക്കട്ടെ. ഞാൻ പറഞ്ഞു അവിടെ കാണുമല്ലോ, എന്നോട് ഉണ്ടായിരിക്കും. ജോണച്ചൻ പറഞ്ഞു അവിടെ ഞങ്ങൾക്ക് കെട്ടിക്കാൻ ചാൻസ് ഇല്ലല്ലോ, പെന്തോളച്ചനായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായും. അങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് എന്റെ മകൻ അയർലൻഡിൽ പോകുന്നത്. ഓഗസ്റ്റ് 23 അവൻ പോയത്. ഓഗസ്റ്റ് 2 സൺഡേയിൽ ഞാൻ ജോർജിനെ കോട്ടയത്ത് വെച്ച് കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നതാണ്. ഒത്തിരി പേര് അച്ഛനേക്കാൾ തീരമേലായിരുന്നു. തീരമേലും നമുക്ക് കണ്ടാൽ സഹിക്കത്തില്ല, അതുപോലെയാണ്. എന്നിട്ടും കോട്ടയത്ത് വരും. അത് കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ചെല്ലാം വിട്ടിട്ട് എന്നോട് വന്ന ഒരു കാര്യം ചെയ്യും, 23 നീ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി അവിടെ ഇറങ്ങുക, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെയാണ് 22 ആയപ്പോൾ ഒരു ഫോൺ കോൾ പറഞ്ഞു വെച്ചാൽ അച്ഛനെ വിളിച്ച് പറഞ്ഞു, പക്ഷേ ഞാൻ അവിടെ കാണത്തില്ല, ഞാൻ രാജഗിരിയിലേക്ക് പോവാണ്, ഹോസ്പിറ്റലിൽ പോവാണ്. ഞാൻ ചെല്ലാൻ പറ്റുമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, സാധാരണ പോകുന്ന ചെക്കപ്പിന് വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് നീ അതുവഴി എന്റെ കയറണ്ട, ഞാൻ കാണത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. തീരാ വേദനയും ഈ വലിയ അസുഖത്തിനിടയിൽ അനേകം മക്കൾ ഈ അച്ഛനോട് ഇതുപോലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറയുന്നതിനിടയ്ക്ക് എന്നെ ഓർത്ത്, എന്റെ മകനെ ഓർത്ത്, എന്റെ കുടുംബത്തെ ഓർത്ത് അച്ഛന് എനിക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ല. അത്രയ്ക്കും എല്ലാവരേക്കാളും ജാഗ്രതയാണ് എന്നെ കുറിച്ച്, അച്ഛനും എന്റെ കുടുംബത്തെ കുറിച്ച്. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവ ശരി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവനെ അയർലൻഡിൽ ചെന്നു. കഴിഞ്ഞ എന്റെ ക്ലാസ് തുടങ്ങി. 1 മാസം കഴിഞ്ഞിട്ടും അവന് പാർട്ട് ടൈം ജോലിയൊന്നും ശരിയായില്ല. ഞങ്ങൾ രണ്ടുപേരും ജോലിയെ പെട്ടെങ്കിലും വലിയ സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. അച്ഛൻ പറഞ്ഞ ധൈര്യമായിട്ട് പോട്ടെ, അവനച്ഛൻ ജോലി കിട്ടിക്കോളൂ, അവൻ എടുക്കാനായിട്ട് അവന്റെ കല്യാണവും ഞാൻ നടത്തോട്ടി എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 1.5 മാസമായിട്ടും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ അവന് പാർട്ട് ടൈം ജോലി കിട്ടിയില്ല. അപ്പൊ അതിനിടയ്ക്ക് അച്ഛൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഞാൻ വെച്ചിരുന്നു വീട്ടിൽ. അതിന്റെ മേശയുടെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പ് 11 രാത്രിയാക്കി ഇവരെന്നെ വിളിച്ചു. എന്നാലും കിട്ടത്തുള്ളൂ. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എങ്ങനെയാ വല്ലോ ആയോ? ഇല്ലമ്മ 6 ആഴ്ചത്തെ ആയോ, 20 ആഴ്ച ചെയ്യാമല്ലോ, 6 ആഴ്ചത്തെ ആയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോലി എന്നാ ചെയ്യുക, അടുത്ത മാസം നമ്മൾ എന്നാ ചെയ്യുന്നു സംഘം. ഞാൻ പറഞ്ഞു മോൻ അവിടെ കടകളിലൊക്കെ പോയി അന്വേഷിക്കും, എല്ലാവരെയൊക്കെ വേണോ നോക്കി. പറഞ്ഞു ഇവിടെ അങ്ങനെയൊന്നും അല്ല, മെയിൽ ഇവിടെയൊക്കെ ചെയ്യും, ആ കിട്ടുമെന്ന് പറഞ്ഞു. പിറ്റേ അങ്ങനെ ഞാൻ ഇറങ്ങി ചില പ്രശ്നത്തിൽ ഞാൻ എന്റെ ഫോണെല്ലാം വെച്ചിട്ട് ഞാൻ കിടക്കാനായിട്ട് പോകുമ്പോൾ കട്ടിലെ ക്ലേശപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കണ്ടോ, ചിരിച്ചോണ്ടിരുന്നു. എന്റെ മകൻ അയർലൻഡിന് പോവുകയാണ് അറിഞ്ഞിരിക്കുന്ന, ഈ ഭൂമിയിൽ നിന്ന് അറിഞ്ഞു പോയി സ്വർഗത്തിലെത്തിയിരിക്കുന്ന അച്ഛന് മാത്രമേ ഉള്ളൂ. എത്രയും വേഗം അവന് പാർട്ട് ടൈം ജോലി ശരിയാക്കി കൊടുക്കണം. അങ്ങനെ ശരിയാക്കി കഴിയുമ്പോൾ ഞാൻ കാലടിയിലേക്ക് അയക്കും. ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നും രാവിലെ നോക്കച്ചെന്ന് കണ്ടോന്ന് ഞാൻ കാലടിയിലേക്ക് ഇതിന്റെ അനുഭവ സാക്ഷ്യമായിട്ട് ഞാൻ എഴുതും എന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു ഒരു ഉമ്മയൊക്കെ എടുത്തിട്ട് ഞാൻ പോയി കിടന്നു. അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്റെ മോൻ പറഞ്ഞമ്മേ അവൻ എന്നെ ജോലിക്ക് പോകാൻ പറഞ്ഞു. ഞാൻ ഇന്നല്ലോ ശനിയാഴ്ചയല്ലേ എന്റെ ജോലി ഉണ്ടെന്ന്. അല്ല ഇനി 10 മണിക്കൂർ ആക്കിയെന്ന് പറഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം വിളിച്ചവൻ ജോലിക്ക് പോകാൻ പറഞ്ഞു. അന്നേരം പറയാം 20 മണിക്കൂർ പോയി. ഞാനങ്ങ് അതിശയിച്ചു പോയി. 2 ദിവസങ്ങൾ എന്റെ ജോർജിന്റെ ഞാൻ സത്യം പറഞ്ഞ എല്ലാവരോടും പ്രാർത്ഥിച്ചു. ഈശോയുടെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമല്ലോ. എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ ജോർജിനാണ്. കാരണം ഉറങ്ങാൻ പോകുന്ന സമയത്ത് മേശപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു പോലെ എന്റെ ആദ്യ പ്രാർത്ഥന ഇതിനുവേണ്ടി ജോർജിനോടായിരുന്നു. എനിക്കറിയാം എന്നെയും നിങ്ങളെയും എല്ലാം ജോർജൻ സമയത്ത് നിന്ന് ഓർക്കും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അച്ഛൻ സാധിച്ചു തരും എന്ന് പൂർണ്ണമായ വിശ്വാസവും ബലവും എനിക്കുണ്ട്. നമ്മുടെ എല്ലാം ബലം സ്വന്തത്തിരിക്കുന്ന ജോർജൻ തന്നെ. ഇത് പറയാൻ അവസ്ഥ തന്നെ എല്ലാവർക്കും കുഞ്ഞുമക്കളുണ്ടാവും. ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ. പക്ഷെ ഒരു ചെറിയ സാക്ഷ്യമാണ് ഞാനിപ്പം പറയുന്നത്. കഴിഞ്ഞ മാസം 28-ാം തീയതി എന്റെ മോൾക്ക് ഒരിക്കലും എക്സാം ആയിരുന്നു. അവൾ ശരിക്കും പഠിക്കാനാണ് പോയതിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അച്ഛൻ ഇടയ്ക്ക് ഞാൻ വന്നത്. അച്ഛന് അവസാന കഴിഞ്ഞ തീരെ ആരോഗ്യം കുറഞ്ഞ സമയത്ത് അച്ഛന് എന്നെ ഏൽപ്പിച്ചൊരു അച്ഛനാണ് ആരോഗ്യ കളക്ടർ. ഞാനിത് ശരിക്കും കോട്ടയത്ത് നിന്ന് വന്നതും ആ അച്ഛൻ്റെ കൂടെ. എനിക്ക് ഒരു പ്രധാന സാക്ഷ്യം പറയാനുള്ളത്, എന്റെ മോൾ ഒരിക്കലും എക്സാമിന് പോകുമ്പോൾ ഞാൻ അച്ഛൻ്റെ ഒരു ഫോട്ടോ
എൻ്റെ വീട് അമലാപുരം ഇടവകയാണ്. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ കല്യാണം കഴിച്ചു, 4 കുട്ടികളുണ്ട്. ഇളയ മകനും ഞാനും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണാനായിട്ട് വന്നുകൊണ്ടിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു 2016 എൻ്റെ അമ്മയ്ക്ക് വലിയൊരു അസുഖം വന്നു. ഹാർട്ടിന് ബ്ലോക്ക്, 4 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആസ്പത്രിയിൽ പോയിട്ടൊന്നും കുറേ ഉണ്ടായിരുന്നില്ല. CG ജോസഫ് സാറാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത് അങ്കമാലിൽ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അച്ഛൻ തല കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ ബ്ലോക്ക് ഇപ്പൊ തന്നെ മാറിയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് സംശയമില്ലാതിരിക്കാൻ അച്ഛൻ പറഞ്ഞു, LP കൊണ്ടുപോയി നീ അമ്മേനെ പരിശോധിക്ക്, അമ്മയുടെ ബ്ലോക്ക് മാറിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പോവാനായിട്ട് സാമ്പത്തികം ഉണ്ടായില്ല. അച്ഛൻ വേഗം പൈസ എടുത്തു തന്നു. അങ്ങനെ അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോ അമ്മയ്ക്ക് ഒരു ബ്ലോക്കും ഇല്ല, ബ്ലോക്ക് തീർത്തും മാറിയിരുന്നു. മരുന്ന് ഇനി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ CG വിട്ടു അമ്മേനെ. പിന്നെ അതിനുശേഷം അമ്മ മരിച്ചു കുറച്ചാൾ കഴിഞ്ഞപ്പോ. പിന്നെ എനിക്ക് ഇന്നാളെ ഉണ്ടായ അനുഭവം, അച്ഛൻ മരിക്കണേക്ക് 2 ആഴ്ച മുമ്പോളും ഞാനിവിടെ വന്നു. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും കുറെ പ്രശ്നങ്ങളൊക്കെ കാരണം വരാൻ പറ്റിയിരുന്നില്ല. പിന്നെ അച്ഛനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പൊ ഇന്നാളെ അച്ഛനെ കാണാൻ വന്നു. ഇനിയിപ്പോ അച്ഛൻ മരിക്കണേക്ക് 1 ആഴ്ച മുമ്പ് വന്നു. ഇപ്പൊ നല്ലൊരു കുമ്പസാരം അച്ഛന്റെ അടുത്ത് നടത്തി സ്വർഗീയ അനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരികളും കൂടുന്ന ഇവിടെ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. പിന്നെ അച്ഛനെ കാണാൻ അച്ഛൻ ഇടയ്ക്ക് വരാൻ പറഞ്ഞ് വന്നിരുന്നു. പിന്നെ ഒരു ദിവസം വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നെയാണ് അച്ഛൻ ആസ്പത്രിയിലാണെന്ന് അറിയുന്നത്. അച്ഛൻ പിന്നെ പെട്ടെന്ന് മരിച്ചു. അച്ഛനെ കാണാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് മാനസികമായി എനിക്ക് ഭയങ്കരമായി ഉണ്ടായി. അച്ഛനൊരു ഭയങ്കര സ്നേഹത്തിന്റെ ഉറവിടമായിരുന്നു അച്ഛൻ. ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് അച്ഛൻ വിട്ടുപോയത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ അച്ഛൻ സ്വർഗീയ അനുഭവത്തിലേക്ക് കടന്നു വരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ രാത്രി അച്ഛന്റെ അടക്ക് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട്ടില് അച്ഛന് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് അച്ഛന് ഇപ്പോ ആരുടെ അനുവാദം വേണ്ടല്ലോ, അച്ഛൻ എന്റെ വീട്ടിലേക്ക് വരാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടിരുന്നപ്പോ ഭയങ്കര സുഗന്ധാഭിഷേകം ഉണ്ടായി. നിറയെ എന്റെ വീട് നിറച്ച് പല പൂക്കളുടെ മണം, ഭയങ്കര സുഗന്ധാഭിഷേകം. അപ്പൊ ഞങ്ങള് കുറെ വർഷങ്ങളായി പ്രാർത്ഥനയ്ക്കൊക്കെ പോണു. ഞാൻ ഹിന്ദു ആയിരുന്നു. ഇപ്പൊ മാമോദീസ സ്വീകരിച്ച് അങ്ങനെ ജീവിച്ചു പോന്ന ആളാണ്. അപ്പോ 2011 ഞാൻ മാമോദീസ സ്വീകരിച്ചത്. അപ്പൊ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ അച്ഛൻ തിരിച്ച് ഇവിടുന്ന് ഈ കുഴിമാടത്തിൽ നിന്ന് അച്ഛൻ വീട്ടിലേക്ക് വരാണ്. അച്ഛൻ വീട്ടിൽ വന്ന് ഇപ്പൊ സുഗന്ധാഭിഷേകം ഞങ്ങളുടെ വീട്ടില്, ഞങ്ങളുടെ പെരയ്ക്ക് ചുറ്റും എന്റെ തുണിയും എല്ലാം സുഗന്ധാഭിഷേകം. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, ഞാൻ തിരിച്ച് കുഴിമാടത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞു. ഇവിടെ കുഴിക്ക് വന്നിട്ട് അച്ഛൻ ഒരു ബൊക്ക കൈപിടിച്ച് നിൽക്കണതാണ് കണ്ടത്. അച്ഛൻ ബൊക്ക കൈപിടിച്ചിട്ട് അച്ഛൻ നിന്നിട്ട് പറയാണ്, ഞാൻ ഈ ദേവാലയത്തെ ഉയർത്താമാണ്. അപ്പോ ഇവിടെ വരുന്ന എല്ലാ മക്കളും, കുഞ്ഞുമക്കളില്ലാത്ത മക്കളും ഇവിടെ വന്ന് അച്ഛന്റെ കുഴിയിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാവരും മക്കളുണ്ടായാണ് തിരിച്ചു പോകുക. എല്ലാ കുഞ്ഞുമക്കളെയും ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം അച്ഛൻ പറഞ്ഞൊരു പാട്ട് പാടിത്തന്നു. മുളമേകട്ടെ കതിരുകൾ കൊയ്യട്ടെ, കതിരുകൾ കൊയ്ത് വിത്തു വിതയ്ക്കട്ടെ, വിത്തു വിതച്ച് മുളകളുണ്ടാകട്ടെ. അങ്ങനെ 3-4 വരി അച്ഛൻ പാടിത്തന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു, ഈ ഇവിടെ കുട്ടികളില്ലാത്തവർ വന്ന് പ്രാർത്ഥിക്കുമ്പോ എന്റെ കുഴിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഞാൻ കുഞ്ഞുങ്ങളെ ഈശോയോട് മേടിച്ചു കൊടുത്തു. അപ്പോ ഒരുപാട് കുഞ്ഞുങ്ങളെയും കൊണ്ട് മക്കൾ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതായിട്ടാണ് കണ്ടത്. പിന്നെ ഇവിടുത്തെ അച്ഛന്മാരെല്ലാം ഉയർന്ന് പൊന്തി വന്നതായിട്ട്, നല്ല ഉയരത്തിലേക്ക് വന്നതായിട്ടും ഈ ദേവാലയം ഉയർന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അച്ഛൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ചേച്ചിക്ക് എഴുത്തോ വായന അറിയില്ല. അപ്പൊ ഞാനാണ് ആ ചേച്ചി പറയുന്ന പ്രാർത്ഥനകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഒരു പാട്ടൊക്കെ ചേച്ചി പാടിയത് രാത്രി പാടിയ പാട്ടത്. അതല്ലേ? ഇന്നലെയല്ല, അച്ഛൻ മരിച്ചാണ്. അതല്ലേ? എന്റെ പേര് ഷീബ. എന്റെ വീട് ആയിട്ടുപടി. അച്ഛനായിട്ട് 10 വർഷത്തെ പരിചയമുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ കുടുംബത്തെ ഒത്തിരിയേറെ അച്ഛൻ സഹായിച്ചിട്ടുണ്ട്. എന്റെ മകന് ഫീസ് അടയ്ക്കാനായിട്ട് പൈസ ഇല്ലാതെ ഞാൻ മനസ്സ് വിഷമിച്ചപ്പോൾ അച്ഛന്റെ കുഴിമാടത്തെങ്കിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അച്ഛനാണ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ തന്നെ അതിനൊരു വഴി എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു.
ഞാനായിട്ട് ഒരു കുടുംബത്തെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് രക്ഷിച്ചിട്ടുണ്ട്. അവരെന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു, ചേച്ചി മകന്റെ ഫീസ് അടച്ചോ? അച്ഛൻ മരിച്ചു എന്നോർത്ത് വിഷമിക്കണ്ടാട്ടോ, ഞങ്ങളൊക്കെ ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മകന്റെ ഫീസ് അടയ്ക്കാനുള്ള പൈസ അവരെനിക്ക് തന്നു. എൻ്റെ യേശുവേ, അച്ഛനോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടക്കുന്നതിന് വളരെയേറെ നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി. പ്രതീക്ഷയെക്കാളും കൂടുതൽ അനുഭവങ്ങൾ ഇവിടെ വന്നവർക്ക് ഉണ്ടാവും. അത് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും. ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ നടക്കും, ഒത്തിരി സംഭവങ്ങൾ നടക്കാൻ പോകുന്ന അച്ഛൻ പറഞ്ഞു. അപ്പൊ അച്ഛന്റെ മരണത്തോട് അച്ഛൻ മരിക്കുകയല്ലായിരുന്നു, സ്വർഗത്തിൽ ഇന്നും ജീവിക്കുകയാണ്. അച്ഛൻ ഇപ്പൊ തന്നെ ഒരു വിശുദ്ധനായി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.